സ്കൂൾ കലോത്സവ വേദിയിൽ അതിജീവനത്തിന്റെ ചുവടുകളുമായി വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ. കൽവിളക്കിൽ തിരി തെളിയിച്ച് മുഖ്യമന്ത്രി. മനുഷ്യരാശിക്ക് നഷ്ടപ്പെട്ട നന്മ കലയിലൂടെ വീണ്ടെടുക്കാമെന്ന് പിണറായി വിജയൻ. കുട്ടികളിലെ കലാപരമായ ശേഷികളെ മാത്രമല്ല, അവരിലെ നന്മകളെ കൂടി പ്രകാശിപ്പിച്ചെടുക്കാൻ കഴിയണം. മനുഷ്യരാശിക്ക് നഷ്ടപ്പെടുന്ന നന്മ കലയിലൂടെ വീണ്ടെടുക്കാനാവും. സാമുദായിക യോഗങ്ങളിൽ മത്സരിച്ച് പങ്കെടുത്ത വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും സമുദായങ്ങളോട് നല്ല ബന്ധം പുലർത്തണമെന്ന നിർദ്ദേശം പാലിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന് നേതാക്കൾ. കോൺഗ്രസുകാരെ തോൽപ്പിക്കുന്നത് കോൺഗ്രസുകാർ തന്നെയെന്ന് മലങ്കര കത്തോലിക്ക സഭാധ്യക്ഷൻ. ഒരു കാര്യം മാത്രം സാർ വന്നുകൊണ്ട് പറയാം, കോൺഗ്രസിനെ ജയിപ്പിക്കുന്നത് എല്ലാവരും ചേർന്നാണ്. കോൺഗ്രസിനെ തോൽപ്പിക്കുന്നുവെങ്കിൽ അത് കോൺഗ്രസ്സുകാർ മാത്രമാണ്. ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് പദത്തിൽ നിന്ന് കെ. സുരേന്ദ്രനെ മാറ്റുമെന്ന അഭ്യൂഹം. ആവശ്യം ശക്തമാക്കിയ എതിർവിഭാഗം. രാജീവ് ചന്ദ്രശേഖർ, ശോഭ സുരേന്ദ്രൻ, എം.ടി. രമേശ് എന്നീ പേരുകൾ പരിഗണനയിൽ. ചൈനയിൽ വീണ്ടും മാരക വൈറസ് വ്യാപിക്കുന്നതായി അഭ്യൂഹങ്ങൾ. സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്ന് സംസ്ഥാന ആരോഗ്യ വകുപ്പ്. ഗർഭിണികളും പ്രായമായവരും മാസ്ക് ധരിക്കുന്നതാണ് നല്ലതെന്ന് മന്ത്രി വീണ ജോർജ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കലൂർ സ്റ്റേഡിയം അപകടത്തിൽ GCDയെ പിന്തുണയ്ക്കാതെ കൊച്ചി മേയർ. സംഘാടനത്തിൽ വീഴ്ചയുണ്ടായെന്ന് എം. അനിൽകുമാർ. GCDA യോഗത്തിലേക്ക് പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. കണ്ണപുരം രജിത് കൊലക്കേസിൽ എല്ലാ പ്രതികളും കുറ്റക്കാർ. ശിക്ഷാവിധി ചൊവ്വാഴ്ച. വിധി പറഞ്ഞത് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി. 9 പ്രതികളും RSS BJP പ്രവർത്തകർ.